ഏറ്റവും പ്രിയങ്കരനായ ഫൈസൽ സാർ, പ്രസംഗകല സ്വായത്തമാക്കുക എന്ന വലിയ ലക്ഷ്യത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള സുഹൃത്തുക്കൾ എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നമസ്കാരം അറിയിക്കുകയാണ്. അപ്പോൾ ഈ സ്ഥാപനം കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു. ഞാൻ ഒരിക്കലും ഇവിടെ വരുമ്പോൾ താഴെ ഒരു ചെറിയൊരു ഇടുങ്ങിയ റൂമായിരുന്നു. അപ്പോൾ മുകളിൽ ഫൈസൽ സാറിൻ്റെ മനസ്സുപോലെ തന്നെ ഒരു വിശാലമായ ഒരു ഓഡിറ്റോറിയത്തിൽ സംഗമിക്കാൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട്. പ്രസംഗകല എന്നുള്ളത് ഇപ്പോൾ ഇവിടെ പറഞ്ഞ പലരും എല്ലാവരും പേടിയാണ്, ആകുന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ വരുന്ന വഴിയിൽ വളാഞ്ചേരി സ്റ്റാൻഡിൽ വെച്ചാണ് ആദ്യമായി ഗിരീഷിനെ പരിചയപ്പെടുന്നത്. ഇപ്പം ഗിരീഷിനോട് പറഞ്ഞ് എനിക്ക് വരാനുള്ളൊരു കാരണം തന്നെ ഒരു കോളേജിൽ ടൂർ പോയി കഴിഞ്ഞാൽ പോലും പറയാനുള്ള ഒരു മടി, അറിവില്ലായ്മ, ഇതൊക്കെയാണ് എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞത്. അപ്പോൾ ഗിരീഷ് ഇവിടെ വന്ന് അഭിപ്രായം പറയുന്ന കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഗിരീഷിന് എൻ്റെ അടുത്ത് നുണ പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നു. നല്ല എക്സ്പെർട്ടുള്ള ഒരാൾ സംസാരിക്കുന്നത് പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. എന്തായാലും ദൈവം ഉയർച്ച നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പ്രസംഗകല എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സിലുള്ള ആശയങ്ങളും നമ്മുടെ നിലപാടുകളും നമ്മുടെ അഭിപ്രായങ്ങളുമൊക്കെ മറ്റുള്ളവരോട് പറയാൻ കഴിയുന്ന ഒരു വലിയ ഒരു മാധ്യമമാണ് പ്രസംഗം. രണ്ട് നിലക്കാണ് നമ്മുടെ ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് പകരാൻ കഴിയുക. ഒന്നുകിൽ വാമൊഴിയായി, അല്ലെങ്കിൽ വരമൊഴിയായി, എഴുത്തിലൂടെ അല്ലെങ്കിൽ സംസാരത്തിലൂടെ. ഈ രണ്ട് നിലക്കാണ് നമുക്ക് നൽകാൻ കഴിയുക. പക്ഷേ ഇന്നത്തെ ഒരു കാലം വായന മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഇന്ന് പലരും വായിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ ഉറങ്ങാനാണ് എന്ന് വേണമെങ്കിൽ പറയാം. പലപ്പോഴും ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ മഹലിൽ വനിതാ ക്ലാസ്സുമായി ബന്ധപ്പെട്ടു അല്ലെങ്കിൽ ചെറുപ്പക്കാർക്കുള്ള ക്ലാസ്സുകളിലോ ഒക്കെ വായനയുമായി ബന്ധപ്പെട്ട കാര്യം പറയുമ്പോൾ വനിതകൾക്ക് ഖുർആൻ ഖത്തം ഓതാൻ വേണ്ടി ഏൽപ്പിച്ചാൽ അവർ പറയും സർ തുറന്ന് ഓതാൻ തുടങ്ങി അപ്പോൾ ഉറക്കം വരും. വീട്ടിൽ വരുമ്പോൾ ആപ്പ പറയും പത്രം തുറന്നാൽ അപ്പോൾ ഉറക്കം വരും. സ്കൂളിലെ കുട്ടികൾ പറയും പുസ്തകം തുറന്നാൽ അപ്പോൾ ഉറക്കം വരും. അപ്പോൾ ഇപ്പോൾ ഉറങ്ങാനുള്ളൊരു മാധ്യമമായി പുസ്തകം മാറിയൊരു കാലത്ത്, അതായത് വായന മരിച്ചൊരു കാലത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടും പ്രസംഗത്തിന് അതിൻ്റേതായ ഒരു പ്രസക്തിയുണ്ട്. പ്രസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ആ ഒരു കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ആശയങ്ങൾ, നമ്മുടെ അഭിപ്രായങ്ങൾ അത് ഏത് നിലയിലും മറ്റുള്ളവരിലേക്ക് പറഞ്ഞാൽ ആളുകൾ അത് സ്വീകരിക്കില്ല. സ്വീകരിക്കുന്നതിനൊരു ശൈലിയുണ്ട്. ഇപ്പോൾ നമ്മളൊക്കെ പലരെയും പല കാര്യങ്ങളിൽ ഉപദേശിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ പലരും പറയുന്നൊരു കാര്യം, ഞാൻ പറഞ്ഞിട്ട് എത്ര പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, നീയൊന്ന് പറ. ഇദ്ദേഹം പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് നമ്മളും പറയുന്നത്. പക്ഷെ ആ പറയുന്നതിൻ്റെ ശൈലിയിലുള്ളൊരു മാറ്റമാണ് ആളുകളുടെ മനസ്സിനെ സ്വാധീനിക്കുന്നത്. ഇപ്പോൾ പ്രസംഗകല സ്വായത്തമാക്കാൻ ഇങ്ങോട്ട് കടന്നു വന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെയൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ നല്ലൊരു പ്രഭാഷകൻ്റെ ഒരു ചിത്രമുണ്ട്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു പ്രഭാഷകൻ്റെ ഒരു ചിത്രമുണ്ട് എല്ലാവരുടെ മനസ്സിൽ. ഇപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇനി ഇല്ലാത്തവർ തന്നെയാണെങ്കിലും ഇപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിട്ടുണ്ടാവും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പ്രഭാഷകൻ. ആ പ്രഭാഷകൻ്റെ പ്രസംഗം നിങ്ങൾ ഇഷ്ടപ്പെടാനൊരു കാരണമുണ്ട്. വെറുതെ ഒരാളുടെ പ്രസംഗം നമ്മൾ ഇഷ്ടപ്പെടില്ല. ഒരു കാരണം നമ്മുടെ മനസ്സിലുണ്ടാവും. എന്താണ്? ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ ഭാഷാ ശൈലി, അദ്ദേഹത്തിൻ്റെ അക്ഷരങ്ങളുടെ ആ ഒരു കോർവ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു താളാത്മകത, അങ്ങനെ പല രംഗത്തുള്ള കാര്യങ്ങളാണ് നമ്മളെ ഒരു പ്രസംഗത്തിൽ അട്രാക്ഷൻ ഉണ്ടാക്കുന്ന, ആകർഷണീയത ഉണ്ടാക്കുന്നത് എങ്കിൽ തീർച്ചയായും അത്തരത്തിലുള്ള താളാത്മകതയും അത്തരത്തിലുള്ള സംസാര ശൈലിയും അതിൻ്റെ ഭംഗിയും അതിൻ്റെ കോർവയും ഒക്കെ നമ്മുടെ പ്രസംഗത്തിൽ കയറി വന്നാലും നമ്മുടെ പ്രസംഗം ആളുകൾ ഇഷ്ടപ്പെടുന്നൊരവസ്ഥയിലേക്ക് വരും. അതിനൊരു ട്രെയിനിങ് ആണ്, അതിനൊരു പരിശീലനമാണ് ഈ പ്രസംഗ പരിശീലനം എന്നുള്ളത്. ഇപ്പോൾ സത്യത്തിൽ നമ്മൾ പിന്നിൽ നിന്ന് വലിക്കാൻ ഒരുപാട് ഘടകങ്ങളുണ്ടാവും. ഇപ്പോൾ ഇതിനൊക്കെ ഇപ്പോൾ സത്യത്തിൽ മുസാജി ഇവിടെ നിന്ന് സംസാരിച്ചപ്പോൾ ആരോ ഒരു ചോദ്യം ഇങ്ങനെ ചോദിച്ചു. അതിപ്പോൾ നാടൻ ഭാഷയിൽ ചോദിച്ചാൽ തിരിച്ചിങ്ങനെ ചോദിക്കാം, എന്തിനാണോ ഇപ്പോൾ ഈ പ്രായത്തിൽ ഈ പരിപാടിക്കൊക്കെ നടക്കുന്നത് എന്നാലൊരു നാടൻ ഭാഷയിലുള്ളൊരു പ്രയോഗം. പക്ഷേ പക്വമായ നിലയിലൊരു ചോദ്യത്തിന് പക്വമായ നിലയിലൊരു മറുപടിയാണ് മുസാജിയിൽ നിന്നുണ്ടായത്. ഇതേപോലുള്ളൊരു ചോദ്യം ഇപ്പം ഇവിടെ പ്രസംഗ പരിശീലനത്തിന് ഒരുപക്ഷെ നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളെ സംഭവം അറിഞ്ഞിട്ടുണ്ടാവില്ല. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വരാനും പറ്റില്ല, പുറകിൽ നിന്നൊരു വലിയ കൊണ്ടുവരും. കാരണം നമ്മുടെ ഒരു ആത്മാർത്ഥത അല്ലെങ്കിൽ നമ്മുടെ ഒരു ആവശ്യം ഒരിക്കലും മറ്റൊരാളെ നമുക്ക് ബോധ്യപ്പെടുത്താൻ അല്ലെങ്കിൽ ഇത്തരത്തിൽ താല്പര്യമില്ലാത്ത ഒരാൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനും നമുക്ക് സാധിക്കില്ല. അപ്പോൾ ഒരു തവളയുടെ ഒരു കഥയുണ്ട്, ഞാൻ പറഞ്ഞ് നീണ്ടുപോകുന്ന എനിക്കൊരു സംശയം. ഒരു തവളകൾ ഓട്ടമത്സരം വെച്ചൊരു സംഭവമുണ്ട്. തവളകൾ ഇങ്ങനെ ഓട്ടമത്സരം വയ്ക്കുക കഥയെ ചോദ്യമില്ലെന്നാണല്ലോ അല്ലേ.
അപ്പോൾ തവളകൾ ഓട്ടമത്സരം വെക്കാൻ ഇങ്ങനെ കുറേ തവളകൾ ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ നിർദ്ദേശങ്ങളൊക്കെ ഇങ്ങനെ വന്നു, ഇത്ര ദൂരം ഓടണം, ഇന്ന സ്ഥലത്തെത്തണം, എന്നിട്ട് ഇന്ന ടവറിൻ്റെ മുകളിൽ കയറണം. ഇങ്ങനെ ചെറിയ നിർദ്ദേശങ്ങളൊക്കെ തവളകൾക്ക് മുമ്പിൽ വെച്ച് തവളകളൊക്കെ ഇങ്ങനെ ഓടാൻ റെഡിയായി നിൽക്കുമ്പോൾ കാഴ്ചക്കാരായ ഒരുപാട് ആളുകളുണ്ട്. അവർ ചോദിച്ചു, ഇതിപ്പോൾ ഓട്ടമത്സരം വെക്കാൻ ഇത് അവിടം വരെ ഓടണം, എത്ര ദൂരം ഓടിയാലാ? ഈ ഓടി ഓടി തീരുമോ? നിങ്ങളാണെങ്കിൽ ചാടി ചാടി അവിടെ എത്തുമ്പോൾ സമയം കുറയാവും. മാത്രമല്ല അവിടെ എത്തിയാൽ പോരാ, ഇനി അതിൻ്റെ ടവറിൻ്റെ മുകളിലേക്ക് പഠിച്ച് കയറണം, എന്നാലാണല്ലോ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുള്ളൂ. അതൊന്നും സാധ്യമാവണ കാര്യമല്ല. കുറേ തവളകൾ അതിൽ നിന്ന് പിന്മാറി. കുറേ തവളകൾ ഓടിക്കൊണ്ടേയിരുന്നു. ഓട്ടത്തിനിടയിൽ അവർ ചിന്തിച്ചു, അവരൊക്കെ പറഞ്ഞത് ശരിയാണ്, ഇപ്പോൾ ഞാൻ ഓടിയിട്ട് അങ്ങ് എത്തണല്ല, എന്ന് നിർത്തിയേക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ പല തവളകളും ഓട്ടം നിർത്തി. അവസാനം ഒരു കുഞ്ഞൻ തവള മാത്രം ടവറിൻ്റെ താഴെ എത്തി പതിയെ വലിഞ്ഞ് 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 മേളിൽ കയറി താഴെ ഇറങ്ങി വന്നു. എന്നിപ്പോൾ തവളയോട് ചോദിച്ചു, എന്താണ് ഇത്ര ആളുകളും നിൻ്റെ കൂടെ ഓടാനുണ്ടായിരുന്ന 10-30 ആളുകൾ പിന്മാറിയപ്പോഴും നീ ടവറിൻ്റെ മുകളിൽ കയറി ജയിച്ചത് എന്തിനാന്ന് ചോദിച്ചപ്പോഴും തവളക്കൊരു മിണ്ടാട്ടില്ല. അടുത്ത് പോയി ഒച്ചയ്ക്ക് ചോദിച്ചപ്പോഴാണ് തവള പറയുന്നത്, എൻ്റെ ചെവി കേട്ടില്ല എന്ന് പറഞ്ഞത്. അഥവാ ചില കാര്യങ്ങളൊക്കെ കേട്ടില്ല എന്ന് വെച്ചാലേ നമ്മുടെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവും. കാരണം നമ്മുടെ ആത്മാർത്ഥതയെ പിന്നോട്ട് വലിക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് എല്ലാവർക്കും ചെയ്തു കൊടുത്തു, ശരിയാ, ഇനിയിപ്പോൾ ഈ പ്രായമൊക്കെ ഇനിയിപ്പോൾ ഇതൊക്കെ പഠിച്ചിട്ട് ഇപ്പോൾ എന്ത് കാര്യം എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ ജീവിതത്തിൽ ഒരു ക്രിയേറ്റിവിറ്റി, ഒരു ഉയർച്ചയും നമുക്കുണ്ടാവില്ല. അപ്പോൾ പ്രസംഗകല സ്വായത്തമാക്കണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആളുകൾ നമ്മുടെ പ്രസംഗത്തെ ഉൾക്കൊള്ളുകയും ആ പ്രസംഗം ആളുകൾക്ക് സ്വീകാര്യമാകുകയും ചെയ്യണമെങ്കിൽ നമ്മുടെ പ്രസംഗത്തിന് ആകർഷകമായ ശൈലിയും വാക്കുകളും ഒക്കെ കൂടി ഉണ്ടാകണം. അതുകൊണ്ടാണ് പ്രസംഗം ഒരു കല എന്ന് പറയുന്നത്. പടം എങ്ങനെയും വരയ്ക്കാം, ചിത്രം എങ്ങനെയും വരയ്ക്കാം. ഒരു ചിത്രകല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ആസ്വാദനം ഉണ്ടാവണം. പ്രസംഗം അതേപോലെയാണ്, പ്രസംഗത്തിലൊരു ആസ്വാദനം ഉണ്ടാകണം. അതുകൊണ്ടാണ് പ്രസംഗം കല എന്ന് പറയുന്നത്. നമ്മുടെ മുമ്പിലിരിക്കുന്ന ശ്രോതാക്കളെ നമ്മുടെ അറിവും അതേപോലെ തന്നെ നമ്മുടെ ചിന്തകളുമൊക്കെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ അവർക്കുണ്ടാകുന്നൊരു ആഹ്ലാദം, ഒരു സന്തോഷം, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന, അവർ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, അത് വളരെ വലുതാണ്. നമുക്കറിയാം, ഒരൊറ്റ പ്രസംഗത്തിലൂടെ ലോകത്തെ മുഴുവൻ തന്നിലേക്ക് ആകർഷിച്ച ഒരുപാട് പ്രഭാഷകന്മാരുണ്ട്. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അറഫയിലുള്ള പ്രസംഗമുണ്ട്. ആ വാക്കുകളുടെ താളാത്മകത പോലും ഇന്നും അതിൻ്റെ ശോഭ മങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. സഹോദര സമുദായത്തിലെ അംഗങ്ങളുണ്ട്, അവരെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫ എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ്. മക്കയിലുള്ള ഒരു പ്രദേശമാണ് അറഫ. ആ ഹജ്ജിൻ്റെ സമയത്ത് പോകൽ നിർബന്ധമായിട്ടുള്ളൊരു സ്ഥലമാണ് അറഫ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നില്ലെങ്കിൽ ഹജ്ജ് തന്നെ ശരിയാവില്ല എന്നാണ് ഇസ്ലാമിക. ആ അറഫയിൽ നിന്നിട്ട് പ്രവാചകൻ നടത്തിയൊരു പ്രസംഗം, പ്രവാചകൻ പറയാണ്, ഈ സ്ഥലം പരിശുദ്ധമായതുപോലെ, ഈ മാസം പരിശുദ്ധമായതുപോലെ, ഈ സമയം പരിശുദ്ധമായതുപോലെ, ഈ കർമ്മം ആ വാക്കുകളുടെ താളാത്മകത എത്രയോ വലുതായിരുന്നു. അതുപോലെ നിങ്ങളുടെ രക്തവും നിങ്ങളുടെ അഭിമാനവും ഒക്കെ പരിശുദ്ധമാണെന്ന് പ്രവാചകൻ നടത്തിയ ആ പ്രസംഗം, ആ വാക്കുകളുടെ താളാത്മകത ഇന്നുണ്ട്. അതേപോലെ ഹിറ്റ്ലറിൻ്റെ പ്രസംഗം, മുസോളിനിയുടെ പ്രസംഗം, അതേപോലെ തന്നെ ജവഹർലാൽ നെഹ്റുവിൻ്റെ, ഗാന്ധിജിയുടെ ഒക്കെ പ്രസംഗം നമ്മൾ വായിക്കുമ്പോൾ ആ പ്രസംഗത്തിൻ്റെ ഹൃദ്യമായ ശൈലിയും വാക്കുകളുമൊക്കെ ഏതൊരു പ്രഭാഷകനെ സംബന്ധിച്ചിടത്തോളവും മനസ്സിലേക്ക് സ്വീകരിക്കാൻ കഴിയുന്ന ശൈലിയും താളാത്മകതയും ഒക്കെയാണ്. ഏത് കാര്യവും അതിൻ്റെ ചേരുവകളൊക്കെ കൂടി ചേരുമ്പോഴാണ് അതൊരു ഭംഗിയായി മാറുന്നത്. പ്രസംഗവും അങ്ങനെയാണ്, അതിൻ്റെ ചേരുവകളൊക്കെ കൃത്യമായി ചേരുമ്പോഴാണ് ഭംഗിയാകുക. അപ്പോൾ പ്രസംഗം കലയാകും, അല്ലെങ്കിൽ പ്രസംഗം കൊലയാകും. രണ്ടുണ്ട്. നമ്മൾ പ്രസംഗിച്ച് കൊല്ലുക എന്ന് പറയില്ലേ, ചില പ്രസംഗങ്ങൾ നമ്മളിങ്ങനെ കേട്ടിരുന്നാൽ നമ്മൾ വിചാരിക്കും ഒരു തീരാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെന്ന് വിചാരിക്കും. ചില പ്രസംഗങ്ങളോ ഈ ചങ്ങായം നിർത്തിയിട്ട് ഇറങ്ങിപ്പോയാണെങ്കിൽ എത്ര നന്നായിരുന്നേന്ന് വിചാരിക്കും. അതാണ് കൊലപ്രസംഗം. മറ്റൊരു പ്രസംഗം ഒരു കലയാണ്. അപ്പോൾ ഇതിൻ്റെ ചേരുവകൾ കൃത്യമായിട്ടുണ്ടാവണം. അപ്പോൾ നമ്മളൊരു കറി വെക്കുകയാണ്, കറി വെച്ചാൽ സാറ് നിർത്തേണ്ട സമയം പറഞ്ഞോളൂ, നമ്മളിങ്ങനെ ഒരു സ്വഭാവമുള്ളതുകൊണ്ട് ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ പറിച്ചാൽ നിർത്തിക്കോളാം. അപ്പോൾ ഈ നമ്മൾ കറി ഉണ്ടാക്കുകയാണ്, കറിയിൽ അതിൻ്റെ ചേരുവകൾ മോശമായി കഴിഞ്ഞിട്ട്, ഈ പണ്ടത്തെ കാലത്തൊക്കെ ആയിരുന്നു റൈറ്റ് പറഞ്ഞ കട നോക്കി ആൾക്കാർ ഭക്ഷണം കഴിക്കാൻ കയറുന്ന കാലം അത് പണ്ടായിരുന്നു. ഇപ്പോൾ കാലം മാറി. ഇപ്പോൾ ഏറ്റവും നല്ല ഫുഡ് കിട്ടുമോ, കിലോമീറ്ററുകൾ സഞ്ചരിക്കേണ്ടി വന്നാൽ കട അന്വേഷിച്ച് പിടിച്ച ആൾക്കാർ പോകും. അപ്പോൾ ഒരു ഭക്ഷണം ഭംഗിയുള്ളതായി അല്ലെങ്കിൽ ഒരു ഭക്ഷണം ടേസ്റ്റ് ഉള്ളതായി മാറുന്നത് എങ്ങനെയാണ്? കൃത്യമായ ചേരുവകൾ. ഉപ്പ് കൂടിപ്പോയാൽ കൊള്ളൂല, ഉപ്പ് കുറഞ്ഞു പോയാലും വായുവൊക്കെ കൊള്ളൂല. അതേപോലെ മുളകാണെങ്കിലും മസാലയാണെങ്കിലും എല്ലാത്തിനും കൃത്യമായ ചേരുവകളുണ്ട്. നമ്മൾ കൈപ്പുണ്യം എന്നൊക്കെ പറഞ്ഞാലും അത് കൃത്യമായ അളവിൽ ചേരുമ്പോൾ മാത്രമേ അതിന് ഒരു സ്വാദും അല്ലെങ്കിൽ ഒരു ആസ്വാദനവും, അത് കഴിക്കുമ്പോൾ മാനസികമായ ഒരു സംതൃപ്തിയും ഒക്കെ നമുക്ക് അനുഭവപ്പെടുന്നത് അപ്പോഴാണ്. ഇതുപോലെയാണ് പ്രസംഗം. പ്രസംഗത്തിനും ചില ചേരുവകളുണ്ട്.
അത് ഫൈസൽ സാറിവിടെ ക്ലാസ് എടുക്കുമ്പോൾ അത് പറയും. ഐ കോണ്ടാക്ട്, അതേപോലെ തന്നെ ശബ്ദത്തിൻ്റെ വേരിയേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഞാനിപ്പോൾ അതിലേക്ക് ഫൈസൽ സാറിൻ്റെ വിഷയമായിട്ട് ഞാനിലേക്ക് കടന്നു പോകുന്നില്ല. ഇങ്ങനെ നിരവധിയായ കണ്ടൻറ്റുകൾ കൂടിച്ചേരുമ്പോഴാണ് ഒരു നല്ലൊരു പ്രസംഗം രൂപപ്പെട്ടു വരിക. അതിനുള്ളൊരു പരിശീലനമാണ് നിങ്ങളിവിടെ നടത്തുന്നത്. പരിശീലനത്തിലൂടെ അല്ലാതെ നമുക്കൊരു കാര്യം നേടിയെടുക്കാൻ സാധ്യമല്ല. നമ്മൾ പറയാറുണ്ട് നിത്യാഭ്യാസി ആനയെ ചുമക്കുമെന്ന് പറയാറുണ്ട്. അത് കേവലം ഒരു പ്രയോഗം മാത്രമല്ല, അതൊരു സത്യമാണ്. നമ്മൾ ഇന്നത്തെ കാലത്തൊക്കെ വളരെ കുറഞ്ഞെങ്കിലും പണ്ട് കാലങ്ങളിൽ തെരുവ് സർക്കസുകൾ നമ്മൾ ഏറെ കണ്ടിട്ടുണ്ട്. 5 ഉം 6 വയസ്സായ പെൺകുട്ടികൾ കയറ് കെട്ടി വടം കെട്ടി അതിൻ്റെ മുകളിലൂടെ സൈക്കിൾ ചവിട്ടി പോകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവർ ഒരു സുപ്രഭാതത്തിൽ അവരുടെ മാതാവ് പ്രസവിച്ചപ്പോൾ അങ്ങനെ ഒരു കഴിവ് സ്വായക്തമാക്കി വന്നവരല്ല. അവർ നിത്യമായി വീണു അഭ്യസിച്ചും ചവിട്ടിയും ഒക്കെയാണ് അവർ നമ്മളെപ്പോലും അല്ലെങ്കിൽ നമ്മുടെ പോലും മനം കവരുന്ന നിലയിൽ, നമുക്ക് അത്ഭുതകരമായ നിലയിൽ അവരുടെ ജീവിതത്തിലൊരു പ്രവർത്തനം അവർ കാഴ്ചവെക്കുന്നു എങ്കിൽ വളരെ വലിയ പരിശീലനം അവർക്ക് അതിന് പിന്നിലുണ്ട്. അതേപോലൊരു പരിശീലനം നമുക്കുണ്ട് എങ്കിൽ തീർച്ചയായും ഇപ്പം ഞാൻ നിങ്ങളുടെ മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കുന്നു. ഞാനൊരു പള്ളിയിലെ ഇമാമായി 10 വർഷത്തോളമായി ഞാൻ സേവനം ചെയ്യുന്നു. ഇതൊക്കെയും നമ്മൾ പ്രസംഗം എന്നുള്ളത് എനിക്കിപ്പോൾ ഞാൻ പഠിച്ചത് മൂവാറ്റുപുഴ സെൻട്രൽ ജുമാ മസ്ജിദാണ്. ആ വലിയൊരു മിനാരാണ്. ആ പള്ളിയുടെ മിനാർ വലിയ മിനാരാണ്. മിനാരത്തിൻ്റെ ഉള്ളിലൊക്കെ ഒരു റൂമാണ്. എൻ്റെ ഒരു പ്രഭാഷകനെ രൂപപ്പെടുത്തിയത് ആ റൂമാണ്. നിരന്തരമായി ഞാൻ ചെറുപ്പത്തിലെ എൻ്റെ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായം 12 വയസ്സ് മുതൽ ഞാൻ എറണാകുളം എടപ്പള്ളി ഒരു യത്തീംഖാനയിലാണ് ഞാൻ ചെറുപ്പത്തിൽ പഠിച്ചത്. ഏറ്റവും കൂടുതൽ കളിക്കാത്തതിന് തല്ലുകൊണ്ടിട്ടുള്ള ആളാണ് ഞാൻ. അവിടെ വൈകിട്ട് അസർ കഴിഞ്ഞ് കളിക്കണമെന്ന് നിർബന്ധമാണ്. വൈകിട്ട് ഉള്ള ടൈമിൽ കളിക്കണം നിർബന്ധമാണ്. എനിക്ക് കളിക്കാൻ അറിഞ്ഞൂടാ. കളിക്കാൻ അറിഞ്ഞോളാന്ന് വെച്ചാൽ ക്രിക്കറ്റാണ് ഫുട്ബോളാണോ മെയിൻ പിള്ളേർ കളിക്കുക. ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ നിന്നാൽ ഒരു ബോളും അല്ല എൻ്റെ ബാറ്റ് കൊള്ളൂല. വീക്ഷണം മൊത്തം എയറിലായിരിക്കുന്നു മാത്രം. ഫുട്ബോൾ കളിക്കാൻ നിന്നാൽ ഒരു പന്ത് എൻ്റെ കാലിലും കൊള്ളൂല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കളി എന്നുള്ളത് എനിക്ക് വലിയ താല്പര്യം ഉണ്ടാവും. ഞാൻ എപ്പോഴും ലൈബ്രറിയിലായിരുന്നു. എല്ലാ സമയവും ലൈബ്രറിയിൽ പോയിരിക്കും. അപ്പോൾ എന്നെ അവിടെ നിന്ന് ഇറക്കി വിടും. ഇപ്പോൾ കളിക്കുന്ന സമയം ലൈബ്രറിയിലുള്ള സമയം ലൈബ്രറി വായിക്കുക, എന്നാലും ലൈബ്രറിയിൽ ഒന്ന് കൂടും. അങ്ങനെ വായിച്ചും അതേപോലെ തന്നെ ഈ പ്രസംഗം പരിശീലിച്ചുമൊക്കെയാണ് നിങ്ങളുടെ മുമ്പിൽ ആത്മവിശ്വാസത്തോടെ ആത്മസംതൃപ്തിയോടെ ഈ എഴുന്നേറ്റ് നിൽക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയത്. തീർച്ചയായും ആ വായന നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. ഇന്നിപ്പോൾ ഞാൻ ആദ്യമേ സൂചിപ്പിച്ച പോലെ വായന മരിക്കുന്നൊരു കാലമാണ്. വായിക്കാതെ ഒരിക്കലും ഒരാൾക്കൊരു നല്ല പ്രസംഗകനാകാൻ ഒരിക്കലും സാധ്യമല്ല. ഇപ്പോൾ നമ്മുടെ ഫൈസൽ സാറ് തന്നെ പല പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഫൈസൽ സാറിൻ്റെ പ്രസംഗ പരിശീലനം എന്നുള്ള പുസ്തകം വായിച്ചാൽ എല്ലാവരും വായിച്ചാണോ? നല്ലൊരു ബെറ്റർ പുസ്തകമാണ്. നല്ലൊരു ഒരു പ്രഭാഷകനാകാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഒരു ആത്മവിശ്വാസത്തോടെ, കാരണം നമ്മൾ എന്ത് പരിശീലനമാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കാൻ പഠിക്കുക, വാഹനം ഓടിക്കാൻ പഠിക്കുക എന്നുള്ളൊരു പരിശീലനമാണ്. ഈ പരിശീലനം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം കയറി നിന്നിട്ട് വെറുതെ വണ്ടി അങ്ങ് പോകില്ലോ. ക്ലച്ച് താണെന്നും ഗിയർ താണെന്നും അതേപോലെ തന്നെ ബ്രേക്ക് താണെന്നും ഇതൊക്കെ പഠിച്ചാലാണല്ലോ ഇത് നമുക്കിത് എങ്ങനെ തിരിക്കണേ സംഭവം മനസ്സിലാവുള്ളൂ ആദ്യം. അതിന് ശേഷമാണല്ലോ. പക്ഷെ അങ്ങനെ പ്രസംഗത്തിൻ്റെ ഒരു ചോട് വയ്ക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ പുസ്തകം ഫൈസൽ നെടുങ്ങോട്ടൂർ എഴുതിയ ആ പുസ്തകം വളരെ ഗുണകരമായിട്ടുള്ള പുസ്തകമാണ്. ഞാൻ പല ആവർത്തി വായിച്ചിട്ടുള്ള പുസ്തകമാണ്. നമുക്ക് വിപണിയിൽ കിട്ടുന്ന പ്രസംഗ പരിശീലന പുസ്തകങ്ങളിൽ പല പുസ്തകങ്ങളുടെ കൂട്ടത്തിലും വളരെ ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു പുസ്തകമാണ് അദ്ദേഹത്തിൻ്റെ ഈ നമുക്കൊരു പ്രഭാഷകനാകാം, പ്രസംഗിക്കാം എന്ന പുസ്തകം. നല്ലൊരു പുസ്തകമാണ്. അപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള പുസ്തകങ്ങൾ വായിച്ച് അത് നമ്മുടെ ജീവിതത്തിലൊരു ശൈലിയായി സ്വീകരിച്ച് ഏറ്റവും നല്ലൊരു പ്രാക്ടീസ് എന്നുള്ളത് പ്രസംഗ പരിശീലനത്തിൽ മിറർ പ്രാക്ടീസ് വളരെ ഗുണകരമാകുന്ന ഒന്നാണ്. ആരും നോക്കാനൊന്നും ഇല്ലല്ലോ. നമ്മുടെ റൂമിൽ കഥ കടച്ച് കണ്ണാടിക്ക് മുമ്പ് ഒന്ന് പ്രസംഗിച്ചാൽ എന്ത് തെറ്റിപ്പോയാലും ഇപ്പോൾ ആരും ഒന്നും പറയാനില്ല. അപ്പോൾ നമ്മൾ എന്ത് പറയുമെന്നാണ് നമുക്ക് ആശങ്ക. പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഈ പ്രസംഗ പരിശീലനവുമായി ബന്ധപ്പെട്ട് പല സ്ഥലത്ത് സംസാരിക്കുമ്പോൾ എന്നോട് ചോദിക്കാറുണ്ട്, ഇപ്പോൾ പറഞ്ഞു പഠിക്കാമെന്ന് വെച്ചപ്പോൾ എന്താ ഇപ്പോൾ അതിനകത്ത് പറഞ്ഞു പഠിക്കാമെന്ന് ചോദിക്കാറുണ്ട്. ഏറ്റവും ബെറ്റർ ഒരു കഥ, നമ്മളൊരു കഥ വായിക്കുക. ആ കഥ ഇപ്പോൾ ഒരു കുറുക്കൻ്റെയും ഒരു സിംഹത്തിൻ്റെയും കഥയായാലും അത് കൈയെടുത്ത് പറയാനും ആ വായിച്ച കഥ അതേപോലെ തന്നെ അവതരിപ്പിക്കാനും, എന്ന് വെച്ചാൽ അതേ ഒരു വാക്കുകളല്ല ഞാൻ ഉദ്ദേശിച്ചത്, അതേ ഒരു ശൈലി നമുക്ക് മനസ്സിലായത് കൈയെടുത്ത് പറയാനോ അവതരിപ്പിക്കാനോ നമുക്ക് ആരോടും ചോദിക്കേണ്ട കാര്യമില്ല. അതിനിപ്പോൾ നമ്മൾ വലിയ റെഫറൻസ് ഗ്രന്ഥങ്ങളൊന്നും വരുന്ന കാര്യമില്ല. ഇപ്പോൾ ബാലരമയിലുള്ളൊരു കഥ വായിച്ചിട്ട് ആ കഥ റൂമിൽ കയറി നിന്ന് കൈയെടുത്തൊന്ന് പറഞ്ഞു നോക്കൂ. അതേപോലെ നമ്മൾ വായിക്കുന്ന പല കാര്യങ്ങളും ഇപ്പോൾ ഇവിടെ ഗിരീഷ് പറഞ്ഞതുപോലെ നമുക്ക് ഒരു ടൂർ പോകുമ്പോൾ ഒരു കാര്യം അവതരിപ്പിക്കാനൊരു പ്രയാസമാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അങ്ങനെ അത്തരത്തിലുള്ള പ്രയാസം അഭിമുഖീകരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു ടിപ്സ് ഞാൻ പറയാം. ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മളിവിടെ ഇങ്ങോട്ടേക്ക് വന്നു. നമ്മൾ രാവിലെ എഴുന്നേറ്റപ്പം മുതൽ നമ്മൾ ടൂർ പോകുമ്പോഴേക്കും അതാണല്ലോ, നമ്മൾ ഇന്ന സമയത്ത് അവിടെ നിന്ന് പുറപ്പെട്ടു, ഇങ്ങനെ വന്നു, ഇങ്ങനെ ഇടപെട്ടു, ഇങ്ങനെയൊക്കെ പറയലാണല്ലോ ഒരു ടൂറിൻ്റെ ഒരു റിവ്യൂ പറയാമെന്ന് വെച്ചാൽ. ഇപ്പം നമ്മൾ ഈ വന്ന കാര്യം തന്നെ ഇന്ന് വീട്ടിൽ പോയി മിററിൻ്റെ മുമ്പിൽ നിന്ന് പറഞ്ഞു നോക്കുക, രാവിലെ ഞാൻ ഇന്ന സമയത്ത് എഴുന്നേറ്റ്. കാരണം ഈ സദസ്സിൽ പറയുന്നത് പോലെ ഒരു സദസ്സിനെ ഭാവിച്ച് നമുക്ക് എന്ത് ചെയ്യാം, കണ്ണാടിക്ക് മുമ്പിൽ പറയാം, ഞാൻ രാവിലെ ഇന്ന സമയത്ത് എഴുന്നേറ്റു,
എഴുന്നേറ്റ് എൻ്റെ പ്രഭാത കൃത്യങ്ങളൊക്കെ നിർവഹിച്ചതിന് ശേഷം ഞാൻ ഇന്ന വാഹനത്തിൽ ഇന്ന സ്ഥലത്തെത്തി, അവിടെ നിന്ന് ഇങ്ങനെ വന്നു, ബസ്സിൽ ഇന്ന ആളെ കണ്ടു, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ കൈയെടുത്ത് പറയുമ്പോൾ നമ്മൾ ഏത് കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയാനും. ഇപ്പോൾ നമുക്ക് തോന്നും ഫൈസൽ സാർ അവിടെ നിന്ന് മൂപ്പര് സൈക്കോളജിയിലൊക്കെ മാസ്റ്റർ പീസ് ആണല്ലോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഓരോ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചു മൂപ്പർക്ക് ഇപ്പോൾ ഇത് എന്തിനാണ് ചോദിക്കുന്നത്, ഇപ്പോൾ ഇതൊന്നും അറിയേണ്ട ഒരു കാര്യമല്ലല്ലോ. അത് വലിയൊരു എന്താ പറയുക, നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതാണ്. നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും എന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഏതൊരു വിഷയം അഭിമുഖീകരിക്കേണ്ടി വന്നാലും പറയേണ്ടി വന്നാലും വാക്കുകളിൽ തപ്പലില്ലാതെ പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരുക്കിയെടുക്കുക എന്ന വലിയ ഒരു കർത്തവ്യമാണ് ഈ ബ്രൈറ്റ് അക്കാദമിയും ഇതിൻ്റെ നേതൃസ്ഥാനം വഹിക്കുന്ന ഫൈസൽ സാറും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രവർത്തനങ്ങൾക്കും ഈ സ്ഥാപനങ്ങൾക്കും എല്ലാവിധത്തിലുള്ള ആശംസ നേർന്നുകൊണ്ട് എന്നെ ശ്രവിച്ച നിങ്ങൾക്കൊക്കെ 1000 നന്ദി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.